സത്യം പറഞ്ഞാൽ ഈ റംസാൻ സമയത്ത് ഇവിടെ വരുമ്പോൾ ഇത്തിരി പ്രശ്നമുണ്ട്. വേറൊന്നുമല്ല, ഇവിടെ അധികം മുസ്ലിംസാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഭക്ഷണമൊന്നും കിട്ടണില്ല. ഹോട്ടലൊന്നും തുറന്നിട്ടില്ല. ഇവർക്ക് ആ സമയത്ത് ഭക്ഷണം കഴിക്കണ്ടായിരിക്കും, നമുക്ക് കഴിക്കണം. പക്ഷേ ഹോട്ടൽ തുറന്നിട്ടില്ല. പക്ഷെ ഞാനിപ്പോൾ ഇന്നിവിടെ ഈ ശ്രീനഗറിൽ ചുറ്റാൻ വേണ്ടി ഇരിക്കുന്നത്. എവിടെ നിന്നെങ്കിലും ഭക്ഷണം കിട്ടുവാണെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഓക്കെ. കാശ്മീരിലെ അല്ലെങ്കിൽ ഡാൽ ലേക്കിൽ എൻ്റെ 2ാം ദിവസമാണ്. രാവിലെ റംസാൻ ആയാലും തന്നെ എവിടെയും ഹോട്ടൽ തുറന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഭക്ഷണം അവൈലബിളും അല്ല. വളരെ ചുരുങ്ങിയ സ്ഥലങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ രാവിലെ എന്തായാലും പട്ടിണി എടുക്കാൻ തന്നെ തീരുമാനിച്ചു. നേരെ ലാൽ ചൗക്കിലേക്ക് വെച്ച് പിടിപ്പിച്ചു. ഈ ലാൽ ചൗക്ക് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്ലോക്ക് ടവർ ഉണ്ട്. ആ ക്ലോക്കിന് 4 വർഷം നമ്മൾ സമയം കാണിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ലാൽ ചൗക്കിൽ പ്രത്യേകത തന്നെ അതാണ്. പിന്നെ ഇവിടെ കുറച്ച് ചീപ്പറായിരിക്കും, കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങൾ ചീപ്പറായിരിക്കും. ഇവിടെ സായന്തനങ്ങളിൽ വന്നിരിക്കാനുള്ള സ്പേസൊക്കെ ധാരാളമുണ്ട്. പ്രാവുകൾക്ക് വേണമെങ്കിൽ നമുക്ക് ആഹാരമൊക്കെ കൊടുക്കാം. അങ്ങനെ ചുമ്മാ സമയം കളയാൻ ഒരു ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് മാർക്കറ്റും ഉണ്ട്. മീൻസ് തുണികളുടെയും പഴങ്ങളുടെയൊക്കെ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയുണ്ട്. ഇതിപ്പോൾ ലാ ഹൗക്ക് എന്ന പേരായി മാറി ഇതിൻ്റെ. ഞാൻ നിൽക്കുന്നത് കാശ്മീരിലെ ലാൽ ചൗക്കിലാണ്. ലാൽ ചൗക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി, ഇവിടെ ഉള്ളവർ പറയുന്നത് ഈ ഒരു ക്ലോക്ക് ടവറാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ക്ലോക്ക് ടവർ ഇത് ഇപ്പോഴും കൃത്യസമയം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ലാൽ ചൗക്ക് എന്നുള്ള എല്ലൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയൊക്കെ അവിടെ ഇരിക്കുന്ന എല്ലും സിയുമാണ് പോയേക്കുന്നത്. ബാക്കിയൊക്കെ ഉണ്ട്. അതായത് ലാ ഹൗക്ക് എന്നുള്ള സ്ഥലമാണ് ആയിട്ട് മാറിയിപ്പോൾ ഇത്. ചിലപ്പോൾ ഇപ്പോൾ അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടാവാം. ഈ സ്ഥലത്തിൻ്റെ പേര് മാറിയത് ഇവരാരും കണ്ടുപിടിച്ചില്ലെന്ന് തോന്നുന്നു. എനിവേ ഇവിടെ CRPF ഫുൾ ടൈം ഉണ്ട്. അവരുടെ തോക്ക് വെച്ചിരിക്കുന്ന വാഹനമാണ്. ഞാൻ എൻ്റെ മുമ്പിൽ അറിയാണ്ട് പോയി കുറേ ഇരുന്നു. അറിയാണ്ടെങ്ങാനും വെടിപൊട്ടിക്ക് എൻ്റെ മേത്ത് വന്നേനെ. ഈ ക്ലോക്ക് ടവറിൻ്റെ നേരെ മുമ്പിലേക്ക് അവർ ലാക്ക് വെച്ചിരിക്കുകയാണ് അവരുടെ വാഹനം. അതിലുണ്ട്. പിന്നെ പുറത്ത് തോക്കുള്ള കുറേ ആൾക്കാരുണ്ട്. കാരണം ഇവിടെയൊക്കെ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളാണ്. ഇപ്പോൾ കുറച്ച് ശാന്തമാണെന്നേ ഉള്ളൂ. ഇതിൻ്റെ അടുത്ത് ഓൾഡ് ടൗൺ എന്നൊരു ടൗൺ ഉണ്ട്, ഒരു ഡൗൺ ടൗൺ. അവിടെ ടെററിസ്റ്റ് ആക്ടിവിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം CRPFൻ്റെ സാന്നിധ്യം എപ്പോഴും ഇവിടെ ഉള്ളത്. മിക്കപ്പോഴും കർഫ്യൂ ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ പെടും ഈ സ്ഥലമൊക്കെ. ഈ ക്ലോക്ക് ടവറിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ക്ലോക്ക് ഉണ്ട്. 4 വർഷത്തും ക്ലോക്ക് ഉണ്ട്. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാശ്മീരിൽ വരുവാണെങ്കിൽ, ഈ സ്ഥലത്ത് വരുവാണെങ്കിൽ ഡാൽ ലേക്കിന് തൊട്ടടുത്ത് റൂം എടുക്കാണ്ടിരിക്കുകയായിരിക്കും നല്ലത്. ഈവൻ ഒരു ബഡ്ജറ്റ് ട്രാവലർ ആണെങ്കിൽ മാത്രം ഇവിടെ വന്നിട്ട് എടുക്കുമായിരിക്കും കുറച്ച് നല്ലത്. ക്ലോക്ക് ടവർ ലാൽ ചൗക്ക് ക്ലോക്ക് ടവറിൽ എത്തുക. ഇവിടെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കുന്ന 1500 അല്ലെങ്കിൽ 700 രൂപ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഹോട്ടൽസ് ഇവിടെ കിട്ടും. ശരിക്കും നന്നായിട്ട് ട്രാവൽ ചെയ്യുന്നവർ എപ്പോഴും ബഡ്ജറ്റ് ട്രാവലേഴ്സ് ആയിരിക്കും എനിക്കറിയാം. സോ അങ്ങനെയുള്ളവർക്ക് പറ്റിയ സ്ഥലം ഇത് തന്നെയായിരിക്കും. ഈ ലാൽ ചൗക്ക് ക്ലോക്ക് ടവർ ഏരിയ ഇവിടെ വരാൻ മറക്കാതിരിക്കുക. ഈ കാണുന്ന വാഹനമാണ് തോക്കുള്ളത്. സോ ഇതോടുകൂടി എപ്പിസോഡ് 3 കഴിയുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.